ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഭൂമുഖത്ത് ഈശോയിൽ മാത്രം ആശ്വാസം തേടി വന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, വിശുദ്ധ എവ്പ്രാസ്യമ്മയാണ്. അവൾ പറയാറുണ്ട്, എൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ആത്മനാഥനാണ്. എൻ്റെ ആത്മനാഥൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാ ആശ്വാസവും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ് ആശ്വാസം തേടി അലയുന്നത്? പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിനിടയിൽ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടി നടക്കുകയാണ്. പലപ്പോഴും മനുഷ്യരുടെ അടുക്കലേ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് നമ്മൾ ഓടി ചെല്ലാറുണ്ട്. അവിടെ ഒരു വാക്ക് കേട്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒരു സാന്ത്വന സ്പർശനം മതി നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ. പക്ഷെ അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് മാറിപ്പോവും. എന്നാൽ ഒരു വ്യക്തി ഈശോയുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആ ആശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലുടനീളം ലഭിക്കുന്ന സമാധാനമാണ്. പൗലോസ്ലീഹ പറയുന്നില്ലേ, അവൻ നമ്മുടെ സമാധാനമാണ്. ഈശോയാണ് നമ്മുടെ സമാധാനം. വിശുദ്ധ എവ്പ്രാസ്യമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഓടി വന്നത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്കാണ്. ഉള്ളേര് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ വളരെ മനോഹരമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. ജീവൻ തുടിക്കുന്ന ഒരു രൂപമാണ്. ആ രൂപത്തിന് മുമ്പ് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ഹൃദയം ഒന്ന് കുളിർക്കും. കാരണം അത്രയൊരു ആത്മബന്ധം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധ എവ്പ്രാസ്യമ്മയും ഈശോയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവൾ എപ്പോഴും നിന്നത് ഈ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിലാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലും തിരുഹൃദയത്തിൻ്റെ മുമ്പിലും അവൾ നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസമാണ്. സ്വർഗം അവളിലേക്ക് ഇറങ്ങി വരുന്ന പ്രതീതിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ ആശ്വാസം തേടി ഒരുപക്ഷെ യുവതി യുവാക്കന്മാരൊക്കെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നൊരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളെ പോലും, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അഡിക്ഷൻ, അവർക്കൊരു ആശ്വാസം, കുറച്ച് നേരത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ അതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളായിട്ട് മാറുകയാണ്. മറിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ കുറച്ച് നേരം ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആശ്വാസമുണ്ട്. ഈ തിരക്കിനിടയിൽപ്പെട്ട ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യമക്കൾ മറന്നുപോവുകയാണ്. നീ കടന്നു പോകുന്ന വഴിയിൽ പല ദേവാലയങ്ങളുണ്ടല്ലോ, ഒരു നിമിഷം നിൻ്റെ വാഹനം നിർത്തി നീ ആ ആലയത്തിലേക്കൊന്ന് കടന്നു ചെന്നേ, അവിടെ നിന്നെ കാത്തിരിക്കുന്ന ആത്മനാഥനായ ഈശോയുണ്ട്. വിശുദ്ധ എവ്പ്രാസ്യമ്മ ഓടിച്ചെല്ലും. അവൾക്ക് പറയാനുള്ളതെല്ലാം, പരാതികളായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, എല്ലാം അവൾ പറയുന്നത് ഈശോടാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ ഏക ആശ്വാസം ഈശോയാണെന്ന്. അവൾ തൻ്റെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ സ്നേഹനായ ഈശോയെ, അവിടുത്തെ സ്നേഹത്തെ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിട്ട് എന്നെ മാറ്റണമേ. പ്രിയമുള്ളവരെ, ഈശോയോടുള്ള സ്നേഹവും ഈശോയോടുള്ള വിശ്വാസവും ഈശോയോടുള്ള ശരണവുമെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ പ്രതി കത്തിജ്വലിക്കുന്ന വ്യക്തികളാക്കാൻ സാധിക്കും. അത് അനേകർക്ക് ആശ്വാസമായി മാറാനും നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ ഇടപെടുമ്പോൾ അവർക്ക് ലഭിക്കും. അതിനുള്ള കൃപാവരം പ്രത്യേകിച്ച് എവ്പ്രാസ്യമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.